സത്യഭാമ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സൗദ പ്ലീസ് എനിക്ക് പണ്ടത്തെ പോലെ ഒരു ധൈര്യം കിട്ടുന്നില്ല. തിരക്ക് കാണുമ്പോൾ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ ഒരു ഭയം, ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. ഇത് മാറാൻ നാരായണീയത്തിൽ ഏത് ദശകമാണ് ചൊല്ലേണ്ടത്? എന്തിനാണ് ഭയപ്പെടുന്നത്? ഒറ്റയ്ക്കാണ് പോകുന്നത് എന്ന് ആരെ പറഞ്ഞത്? ഇപ്പോഴും എപ്പോഴും നമ്മുടെ വലത് കൈ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൂടെയുണ്ട്. ഇതൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു ഭയവും നമ്മുടെ കൂടെ വരികയില്ല കേട്ടോ. എൻ്റെ കുട്ടികളോടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പറയണത്, അവർക്ക് ഈ തൊട്ടപ്പുറത്തെ മുറിയിലേക്കൊക്കെ പോകാൻ നല്ല പേടി തോന്നും. അത് സ്വാഭാവികമാണല്ലോ. കുട്ടികൾ തനിച്ച് അവിടെ പോയി എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ടിരുമോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയാറുണ്ട്, നാമം ചൊല്ലു, ഉണ്ണികൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോകും കൂടെ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കേണ്ട എന്ന് പറയാറുണ്ട്. ഇതേമാതിരി തന്നെ എപ്പോഴും നമ്മുടെ ഉണ്ണികൃഷ്ണനെ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് നടന്നു നോക്കൂ, ഒരിക്കലും പേടി വരില്ല കേട്ടോ. ഇനി നാരായണീയത്തിലെ ഏത് ദശകമാണ് ചൊല്ലേണ്ടത് ചോദിച്ചാൽ നാരായണീയത്തിലെ എല്ലാ ദശകങ്ങളും. എന്താ പേടി എന്ന് ഉള്ളത് അറിയാതിരിക്കാൻ തന്നെ നാരായണീയം ഏറ്റവും നല്ലതാണ്. ഇനി അതൊന്നും അല്ലെങ്കിൽ ഒരു ബലം കിട്ടാൻ, മനോബലം കിട്ടാനും ദേഹബലം കിട്ടാനും എന്താ പറയുക, മഹാബല മന്ത്രം അത് ചൊല്ലുന്നതും വളരെ നല്ലതാണ് കേട്ടോ. മഹാബല ഗോപാല മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ലതാണ്. ഒരൊറ്റവരി മന്ത്രമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൊല്ലാനും സാധിക്കും. അത് ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ്. ഒപ്പം ഇതുപോലെ സങ്കല്പിക്കൂ, എൻ്റെ ഉണ്ണികൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ട്, എന്നെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല. ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിനോട് പറഞ്ഞു പഠിപ്പിച്ചാൽ പിന്നെ എവിടെന്നാന്ന് അറിയാത്തൊരു ധൈര്യം നമ്മളെ തേടിയെത്തും കേട്ടോ. ആ ധൈര്യം വേറെ ആരുമല്ല, നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം എപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ.